ഹായ്, എല്ലാവർക്കും സന്തോഷമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം പള്ളുരുത്തി സ്കൂൾ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒന്ന് പോയി കാണുക. വളരെ സഭ്യമായ മാന്യമായ ഭാഷയിലാണ് ആ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം നടന്നൊരു പത്രസമ്മേളനം കാണാനിടയായി. ആ പത്രസമ്മേളനം കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോയി. വളരെ മാന്യമായ ഭാഷയിൽ അല്ലായിരുന്നുവല്ലോ സംസാരിക്കേണ്ടത് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒരു പത്രസമ്മേളനം, അതിൽ പാവയ്ക്ക് കീ കൊടുത്ത് വച്ചിരിക്കുന്നത് പോലെ ഒരു വസ്തുവിനെ കൊണ്ടുവന്നിട്ട് അത് ചിരിക്കുന്നുണ്ട്, എന്തൊക്കെയോ പുലമ്പുന്നുണ്ട്, ഞാൻ എന്തോ വലിയ എഡ്യൂക്കേറ്റഡ് ആണെന്ന് സ്വയം അറിയിക്കുന്നുണ്ട്, ഞാൻ ഈ നാട്ടിൽ നല്ല രൂപത്തിൽ ജനങ്ങൾ ജീവിക്കുവാൻ വേണ്ടി വല്ലാതെ പ്രയത്നിക്കുന്ന ആളാണെന്നൊക്കെ സ്വയം വരുത്തി തീർക്കുന്ന ആംഗ്യ ഭാഷ മുഴുവൻ പ്രകടമായിരുന്നു. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ, ആ സ്ത്രീയിലൂടെ ഇന്ന് ഈ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ രാഷ്ട്രീയ മേലാളന്മാരും അതുപോലെ മറ്റ് പലരും അതിന്റെ പിന്നിൽ വാലാട്ടിയെ പോലെ പോയി നിന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം സംസ്കാരത്തിന്റെ കുറവാണ് അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുക എന്ന ഈ സമയത്ത് പറയാനുള്ളൂ. വളരെ സങ്കടം തോന്നിപ്പോവുകയാണ്. അവർ ഒരു അധ്യാപികയാണ്, ഞാനും ഒരു അധ്യാപകനാണ്. എന്റെ മുന്നിലും വിദ്യാർത്ഥികൾ വരാറുണ്ട്. ഞാനും സ്കൂളുകളിലും മദ്രസകളിലും പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്റെ മുന്നിലും വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട്. അവരോടൊക്കെ പെരുമാറേണ്ട രൂപമുണ്ട്. ആ പെരുമാറേണ്ട രൂപം ആദ്യമേ തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടാണ് സ്കൂളിൽ അധ്യാപകനായി നിയമിക്കുക. ഇവൾക്കിത് കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇവൾ യേശുവിന്റെ മണവാട്ടിയായി പോവേണ്ടവളാണോ? ഞാനതല്ല ചിന്തിക്കുന്നത്. യേശുവിന്റെ മണവാട്ടിയായിട്ട് സ്വർഗീയ രാജ്യത്തിലേക്ക് ഇവള് ചെന്നാൽ യേശുവിന്റെ അവസ്ഥ എന്തായിരിക്കും? യേശു അന്ന് തന്നെ ഓട്ടോ പിടിച്ച് സ്വർഗീയ രാജ്യത്ത് നിന്ന് നരകീയ രാജ്യത്തേക്ക് ഓടും. ഈ മണവാട്ടിയോടൊപ്പം സ്വർഗീയ രാജ്യത്ത് നിൽക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ആ നരകീയ രാജ്യത്തിൽ നിൽക്കലാണ് എന്ന് ചിന്തിച്ചു പോകുന്ന രൂപത്തിലുള്ള പത്രസമ്മേളനം. നിങ്ങൾ ഒരു കുട്ടിയോട്, ഒരു വിദ്യാർത്ഥിയോട് ചെയ്യേണ്ട മര്യാദകൾ, അധ്യാപകനോട് ചെയ്യേണ്ട മര്യാദകൾക്കപ്പുറം ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയോട് ചെയ്യേണ്ട മര്യാദയുണ്ട്, ഒരു ലാളനയുണ്ട്, സ്നേഹമുണ്ട്. അതിന് ലാളനയും സ്നേഹവും ഉണ്ടാവണമെങ്കിൽ പ്രകൃതിയെ വെല്ലുവിളിച്ച് ജീവിക്കരുത്. പ്രായപൂർത്തി എത്തിയാൽ എതിർലിംഗത്തോട് കാണിക്കുന്ന ആ ഒരു അട്രാക്ഷൻ, അതിന്റെ പേരിൽ വിവാഹം എന്ന മഹത്തായ സംവിധാനം വെച്ചിട്ടുണ്ട്. ആ വിവാഹം എന്ന മഹത്തായ സംവിധാനത്തിലൂടെ പ്രകൃതിക്ക് അനുസൃതമായി കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ മക്കൾ ഉണ്ടാവുകയോ മക്കളെ ലാളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ ഒന്നും ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്തപ്പോൾ ഒരു മക്കൾ, അവർക്കുള്ള ലാളന, അവരോർക്കുള്ള പരിഗണന ഇതൊന്നും അറിയില്ലെങ്കിൽ പിന്നെ അതറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും വളരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും പല പരാതികളും ഞങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ പല സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന പരാതികൾ നിർബന്ധിച്ചുകൊണ്ട് പലതും ചെയ്യിപ്പിച്ചു എന്നൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പറയാതെ അതൊക്കെ ക്ഷമിച്ച് നാട് നല്ല രൂപത്തിൽ പോകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പലപ്പോഴും അതൊക്കെ ഈ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാത്തത്. നിർബന്ധിച്ചുകൊണ്ട് പല മതവിഷയങ്ങളും അടിച്ചേൽപ്പിക്കുന്ന പല സംഭവങ്ങളും വിദ്യാർത്ഥികൾ വന്ന് പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനോ അതിനെതിരെ മൈക്ക് കെട്ടുവാനോ അതിനെതിരെ പ്രശ്നമുണ്ടാക്കാനോ അറിയാഞ്ഞിട്ടല്ല. പല മതത്തിന്റെ നിയമങ്ങളും അടിച്ചേൽപ്പിച്ച് ഇതുപോലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഉള്ളിൽ വർഗീയത നിറച്ചു വച്ചിരിക്കുന്ന ചില സമൂഹത്തിൽ വന്നുകൊണ്ട് സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നവർക്കിടയിൽ മതം കുത്തിക്കയറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനൊക്കെ അവസരം ഉണ്ടായിട്ടും മിണ്ടാതിരുന്നത് മാന്യതയോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ, മതമൈത്രിയോടെ, മതേതരത്വത്തോടെ, നാനാത്വത്തിൽ ഏകത്വം എന്ന മഹാതത്വത്തിലൂടെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതിനപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കാൻ അറിയില്ലാഞ്ഞിട്ടല്ലായിരുന്നു. ഏതായാലും പത്രസമ്മേളനത്തിൽ വന്നുകൊണ്ട് ഞാൻ കാസയുടെ പച്ച വർഗീയ വിഷം തീണ്ടുന്നവരാണെന്ന് അവർ തെളിയിക്കുക തന്നെ ചെയ്തു. അവർക്ക് മാന്യമായ രൂപത്തിലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത്. ഇന്ന് അവിടെയുള്ള മുസ്ലിം, അമുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ കുട്ടികൾക്കിടയിൽ വിള്ളലുണ്ടായി പരസ്പരം മിണ്ടാൻ പോലും മടിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ സ്ത്രീയാണ് കാരണക്കാരെന്നുള്ള വസ്തുത നാം മറന്നുകൂടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ഐക്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോയി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും നല്ലതാണ്. എനിക്കും നല്ലതാണ്, നിങ്ങൾക്കും നല്ലതാണ്, എല്ലാവർക്കും നല്ലതാണ്. കാരണം ഈ നാട് സമാധാനത്തെ ആഗ്രഹിക്കുന്ന നാടാണ്. ഈ നാട് സന്തോഷത്തോടെയും ഐക്യത്തോടെയും മതമൈത്രിയോടെയും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നാടാണ്. ഇവിടെ അങ്ങനെ പോകണം. യഥാർത്ഥത്തിൽ ആ കന്യാസ്ത്രീയുടെ ശരീരഭാഷയും അഹങ്കാര ഭാഷയൊക്കെ കണ്ടപ്പോൾ എന്താണ് മനുഷ്യനും വിവേകവും ചിന്താശേഷിയുള്ള മനുഷ്യൻ ചിന്തിച്ചു പോകും, എന്താണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നതെന്ന്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിച്ചു പോകും. സ്കൂളുകളിൽ, എത്രയോ സ്കൂളുകളിൽ കന്യാസ്ത്രീകൾ അവരുടെ വേഷവുമായി പോയിരിക്കുന്നുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾ നടത്തുന്ന സ്കൂളുകളുണ്ട്. അവിടെയും നിർബന്ധമായിട്ടും തലയിൽ തട്ടം വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങളത് പഠിച്ചിട്ടില്ല.
ഞങ്ങൾ മതം അടിച്ചേൽപ്പിക്കാറില്ല. പലപ്പോഴും മതം അടിച്ചേൽപ്പിക്കാറുണ്ട് എന്നൊക്കെ ഉള്ള രൂപത്തിലുള്ള ഈ കുപ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോഴും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാന്യമായ രൂപത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അന്നും ഇന്നും എന്നും പഠിച്ചിട്ടുണ്ട്. ഏത് രൂപത്തിലും എങ്ങനെ പരിഹസിച്ചാലും എത്ര മോശമാക്കിയാലും തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കുക, ഞങ്ങളുടെ സംസ്കാരം വിട്ട് മതം എല്ലായിടത്തും ഞങ്ങൾക്ക് വേണം. അത് ആരുടെയും തലയിൽ അടിച്ചേൽപ്പിക്കുകയല്ല. ഒരു ഹിന്ദുവിന്റെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല, ഒരു ക്രിസ്ത്യാനിയുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നില്ല. മതം ഞങ്ങളുടെ വികാരമാണ്, ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ ജീവന്റെക്കാൾ വലുതാണ്. ഞങ്ങളെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനും ആ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ പഠിപ്പിച്ചെന്ന മഹത്തായ സംസ്കാരവും ദീനും അത് ഞങ്ങളുടെ ജീവനാടിയാണ്. ഞങ്ങളുടെ തലയിലും ഞങ്ങളുടെ കണ്ണിലും ഞങ്ങളുടെ കാലിലും ഞങ്ങളുടെ ഉറക്കത്തിലും ഞങ്ങളുടെ ഊണിലും ഞങ്ങളുടെ നടത്തത്തിലും ഞങ്ങളുടെ ബസ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നടക്കുമ്പോഴും ചിരിക്കുമ്പോഴും നോക്കുമ്പോഴും എല്ലാം 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 മതം കൃത്യമായി അനുശാസിക്കുന്ന ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. അതിനാരും എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വർഗീയതയല്ല, ഇത് ഭീകരവാദമല്ല, തീവ്രവാദമല്ല. ആരുടെയെങ്കിലും മേൽ നമ്മുടെ മതം അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായാണ് തീവ്രവാദവും ഭീകരവാദവും ഇവിടെ ഉണ്ടാവുക. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഓരോരുത്തർക്ക് അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ അശ്രാന്ത പരിശ്രമം, അത് ജീവൻ കളയേണ്ടി വന്നാൽ ജീവൻ കളഞ്ഞുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുവാണ്. അതുകൊണ്ട് കന്യാസ്ത്രീ, നിങ്ങൾ കുറച്ചുകൂടി സംസ്കാരം അരമനയിൽ നിന്ന് പോയി പഠിച്ച് മനുഷ്യനോട് പെരുമാറണം. നാളെ യേശുവിന്റെ മണവാട്ടിയായിട്ട് ചെല്ലുമ്പോൾ മുസ്ലിമിന്റെ തട്ടം കളഞ്ഞവളെ വരൂ എന്നും പറഞ്ഞു സ്നേഹത്തോടെ വിളിച്ച് കെട്ടിപ്പിടിച്ച് യേശു നിൽക്കുമെന്ന് ആ സ്വർഗരാജ്യം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ പൊന്നു പെണ്ണെ നിനക്ക് തെറ്റുപറ്റിപ്പോയി. അങ്ങനെയുള്ള ഒരാളല്ല യേശു. നിങ്ങളാ പഠിച്ചു വെച്ചിരിക്കുന്ന യേശു അല്ല യേശു. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന യേശു ആണെങ്കിൽ ഒന്ന് തിരുത്തിയിട്ട് മാന്യതയോടെ മതമൈത്രിയോടെ സ്നേഹത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ പരസ്പരം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ പഠിച്ചു വച്ച യേശു, പഠിപ്പിക്കുന്ന യേശു, അതാണ് യേശു. ആ യേശുവിനെ ഒന്ന് ആദ്യം പോയി പഠിക്കുക. അത് പഠിച്ചിരുന്നെങ്കിൽ നീ ഇതുപോലെ കളിപ്പാവ വന്ന് കീ കൊടുത്തിട്ട് അത് സംസാരിക്കുന്നവരെ സംസാരിക്കുകയില്ലായിരുന്നു. നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നാട് നന്മയിലും സാഹോദര്യത്തിലും മതമൈത്രിയിലും മതേതരത്വത്തിലും മുന്നോട്ട് പോകണം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കാണാം.